how are you doing? Welcome back to my YouTube channel. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. സോ ടുഡേ ഐ എം ഗോയിങ് ടു മേക്ക് എ വ്ളോഗ് ഔട്ട് ഓഫ് മൈ വീക്ക്ലി ഗ്രോസറി ഷോപ്പിംഗ്. കുറെ നാളായി ഈ ഒരു വ്ളോഗ് എടുക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നു കേട്ടോ. ഇപ്പോഴാണ് കറക്റ്റ് ടൈം ഒപ്പ് കിട്ടിയത്. സോ ഇൻട്രോ ഒന്നും പറഞ്ഞ് നിങ്ങൾ അധികം ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വ്ളോഗ്. ഹെയർ ഒക്കെ ഒന്ന് കെട്ടി സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. സോ യാ ഓ മഞ്ജു see that Pookie? Busy with എന്താണ് ഓഫാണ് പക്ഷെ ബിസി. ഞാൻ നേരെ പോകുന്നേന്ന് അവ ഇങ്ങോട്ടാ, അതല്ലേ അവിടെ നിർത്തിയ. ഗായ്സ്, ഞങ്ങള് ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാ. സാധാരണ ഈ വീക്ക് ഓഫിന്റെ അന്ന് ഞങ്ങള് പോവാറില്ല അല്ലേ. ഇന്നലെ എനിക്ക് ഈവനിങ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഈവനിങ് പറ്റിയില്ല. 2 മണിയായപ്പോ 1:30 ആയി എത്തിയപ്പോ. അപ്പൊ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ആദ്യം സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാന്ന് വിചാരിച്ചു. കാരണം ഒന്നുമില്ല വീട്ടിൽ, എല്ലാം കാരണം ഓരോ വീക്കുമാണ് ഞങ്ങൾ വാങ്ങിക്കാറ്. ഒരുപാട് നാളത്തേക്ക് വാങ്ങി അങ്ങനെ സ്റ്റോക്ക് ചെയ്യാറില്ല കേട്ടോ. ഞങ്ങള് ഇവിടെ ലുലുലാ പോകും അല്ലേ. ഓക്കെ, അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് കഴിക്കാന്ന് വിചാരിച്ച്. രാവിലെ പ്രത്യേകമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇനി അവിടെ പോയിട്ട് അയ്യോ കാണാം. ഓക്കെ, ബൈ. ആദ്യം നമുക്ക് ഫിഷിൽ തന്നെ തുടങ്ങാം. ഫിഷ് ഇല്ലാതെ അർജുന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ടൈമിലും വീട്ടില് ഫിഷ് എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. ഈ തവണ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മത്തിയില്ലേ. മത്തി ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ ഈ കോര, സുൽത്താൻ ഇബ്രാഹിം എന്നൊക്കെ പറയുന്ന ഈ ഒരു മീനുണ്ടല്ലോ, അതും വാങ്ങിച്ചു. പിന്നെ ചിക്കൻ ആണ് കേട്ടോ. ചിക്കൻ എപ്പോഴും സ്റ്റോക്ക് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ. അത് വിചാരിച്ചിട്ട് ഞങ്ങൾ ചിക്കൻ ഇപ്പം അധികം സ്റ്റോക്ക് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റിട്ട് നേരെ ഗ്രോസറി ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ഇങ്ങനെ ഇഡ്ഡലി, സാമ്പാർ, ഊത്തപ്പം, ദോശ, പൂരി, ബാജി, അങ്ങനെയെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇത്രയും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ എല്ലാം നോക്കി ഏതെടുക്കണം എന്ന് കുറെ കൺഫ്യൂഷൻ അടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കാണുമ്പോൾ നമുക്ക് എടുക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ഞങ്ങള് ഊത്തപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഊത്തപ്പം തന്നെയാണെന്ന് തോന്നുന്നു ഇതിന്റെ പേര്. അതിന്റെ കൂടെ ഒരു ഓംലെറ്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഒന്ന് പ്ലെയിൻ ആയിരുന്നു, ഒന്നിലൊരു ഓംലെറ്റ് ഒക്കെ വരുന്ന ഒരു മോഡലായിരുന്നു കേട്ടോ. ഇത് പ്ലെയിൻ ആണ്. പിന്നെ ഈ കയ്യിലിരിക്കുന്നത് കണ്ടോ, ഇതില് ഓംലെറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും അത് പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല കോസോൺ കണ്ടപ്പോ അതെടുക്കാന്ന് വിചാരിച്ചു. ഇതിപ്പോ ഞങ്ങൾ എപ്പോഴും വാങ്ങുന്ന സാധനമൊന്നുമല്ല. ഇന്ന് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 3 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായത്. ഇതൊക്കെ പതിവില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ. എന്തായാലും കണ്ടപ്പോ ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീക്ക്ലി മെയിൻ ആയിട്ട് ഉച്ചക്കത്തെ ലഞ്ചാണ് കാര്യമായിട്ട് കഴിക്കാറുള്ളത്. ചോറ് കഴിക്കുന്നത് അധികം ഉച്ചയ്ക്കാണ്. രാത്രി ചോറ് കഴിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് അധികം വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇന്ന് വാങ്ങിക്കാനുള്ളത്. ബനാന ഓഫ് കോഴ്സ് എല്ലാ വീക്കും ഞങ്ങൾ എടുക്കുന്നതാണ്. പിന്നെ വെജിറ്റബിൾസിന്റെ സെഷനാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത്. തോരനാണ് ഞങ്ങളുടെ ലഞ്ചില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ചീര ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ കുറെ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഐറ്റം ആണല്ലോ, അതെടുത്തു. പിന്നെ പാവയ്ക്ക എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഐറ്റമാണ്. അങ്ങനെ തോരൻ വെക്കാൻ വേണ്ടി ആ ഒരു 2 ഐറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ദിവസം തോരൻ വെച്ചാൽ അത് 2 ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ സാമ്പാർ വെക്കാനുള്ള കുറച്ച് പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മറ്റേ കോക്കനട്ട് ആണ് കേട്ടോ, അതെടുത്തു. അതിന്റെ ഇടയിൽ ഈ ചക്കയുടെ ഐറ്റം കണ്ടു, പക്ഷെ ഞാൻ എടുക്കാൻ വിചാരിച്ചു. പിന്നെ അതിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ പച്ചമുളക് അത് തീർന്നിരിക്കുകയായിരുന്നു, അതെടുത്തു. ഇതെല്ലാ വീക്കും വാങ്ങാറില്ല. ഈ വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് ഒരു 2 വീക്സിലേക്കൊക്കെ അല്ലെ 3 വീക്സിലേക്കൊക്കെ എന്തായാലും നിൽക്കും കേട്ടോ. പിന്നെ ഇപ്പൊ മെയിനായിട്ട് ലഞ്ചൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത് സാൻഡ്വിച്ച് ഒക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്രൗൺ ബ്രെഡ് എടുത്തു. ഇത് എല്ലാ വീക്കും 1-2 വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തായാലും ആവശ്യമായിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം കൂടി എടുത്തു. അപ്പോൾ 2 days 6 daysലേക്കുള്ള 3 items ആണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ക്യാരറ്റും കൂടിയാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. ഇന്ന് ഞാൻ ഫുഡ് വെക്കുകയാണെങ്കിൽ അത് ഇന്നത്തേക്കും നാളത്തേക്കും കൂടിയാണ് വെക്കുന്നത്. ഡെയിലി കുക്ക് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഇത് സാമ്പാർ വെക്കാൻ പ്ലാൻ ഉള്ളത് കൊണ്ട് അതിൽ ആഡ് ചെയ്യാനുള്ള നമ്മുടെ വെണ്ടയാണ് കേട്ടോ. അത് സെപ്പറേറ്റ് എടുത്തു. പിന്നെ അതേപോലെ പൊട്ടേറ്റോ എടുത്തു. ഇതും സാമ്പാറിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ ഇത് വെച്ചിട്ട് വേറെ വലിയ പ്ലാനിങ്സ് ഒന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ആ സെക്ഷനിന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ ഡയറി സെക്ഷനിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. ഞങ്ങള് അതിനു മുമ്പേ വീട്ടിലെ എഗ്ഗ് തീർന്നിരിക്കുകയായിരുന്നു. എഗ്ഗ് ഇപ്പം എപ്പോഴും സ്റ്റോക്ക് വെക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ ബൾക്കായിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ട് വെക്കാറുള്ളത്. അപ്പോൾ അത് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടത് ഗ്രീക്ക് യോഗട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അധികവും ഓവർനൈറ്റ് ഓട്സും സ്മൂത്തീസ് ഒക്കെ ആക്കുന്നതുകൊണ്ട് ഇതെപ്പോഴും സ്റ്റോക്ക് വെക്കാറുണ്ട് കേട്ടോ. ഇത് ഒരു വീക്കിലേക്കൊന്നും തികയില്ല. ഒരു 2-3 ദിവസം കൊണ്ട് സംഭവം എന്തായാലും തീരും കേട്ടോ. എന്തായാലും ഒരുപാടൊന്നും എടുക്കുന്നില്ല, ഒരു പാക്കറ്റ് വെച്ചേ എടുക്കുന്നുള്ളൂ. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ നോർമൽ യോഗട്ട് ഉണ്ടല്ലോ, അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്തെങ്കിലും കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അധിക ദിവസവും ഞങ്ങൾ കഴിക്കുന്ന സാധനമാണ് ഈ കടല, ചെറുപയർ, ഗ്രീൻ പീസ്, വൻപയർ, മുതിര, ഇങ്ങനെയുള്ള സാധനമൊക്കെ. എന്തോ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാന്ന് ചോദിച്ചാൽ ചെറുപയറായിരിക്കും. ചെറുപയർ എങ്ങനെ വെച്ചാലും ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒലീവ് ഓയില് തീർന്നിരിക്കുകയായിരുന്നു. ഇതെല്ലാ വീക്കും വാങ്ങുന്നതല്ല, ഞങ്ങൾ തീർന്നിരിക്കുന്നതുകൊണ്ട് ഈ വീക്ക് അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അധികവും നമ്മുടെ സാൻഡ്വിച്ചൊക്കെ ആക്കുമ്പോൾ ഒലീവ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇന്നത്തെ പർച്ചേസ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല. എല്ലാ വീക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. പിന്നെ ഒരുപാട് ഇപ്പൊ 2 weeks 3 weeks അത്രയും ഡ്യൂറേഷനിലേക്കൊന്നും സാധനങ്ങൾ വാങ്ങി വെക്കാറുമില്ല. കാരണം ഞങ്ങൾ ചില ദിവസങ്ങളിൽ കുക്ക് ചെയ്യില്ല, ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ കുറെ വേസ്റ്റേജ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. ഗൈസ്, ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് 1 മണിക്കൂർ എടുത്തു അല്ലേ? 1 മണിക്കൂർ. We are going back. So guys, ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. By the way, ഊത്തപ്പം was so yummy. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എന്താ പറയാ, ഞാൻ വിചാരിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല സത്യം പറഞ്ഞാല്. പക്ഷെ ഇറ്റ് വാസ് ലേറ്റ്. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അതാണ് ഈ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങള് ഒരു വീക്കിലേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിക്കാറുള്ളത്. അപ്പൊ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ചില സാധനങ്ങളൊക്കെ എന്താണ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ളത് തോന്നിയത് കേട്ടോ. കൂടുതലായിട്ടുള്ള പോലെ എനിക്ക് തോന്നിയത്. നിങ്ങൾ കാണില്ലല്ലോ, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഓക്കെ, എന്നിട്ട് എല്ലാം ആദ്യം ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അർജുന് സാമ്പാർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ സാമ്പാർ വെക്കാനുള്ള മിക്സ്, ഞാൻ വെജിറ്റബിൾസ് പൊതുവെ 1 by 1 ആയിട്ട് വാങ്ങിക്കാറില്ല കേട്ടോ. സാമ്പാറിന്റെ ഒക്കെ വാങ്ങിച്ചു മിക്സ് വാങ്ങുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ അഡീഷണലി ഈ വെണ്ട, മറ്റേ മുരിങ്ങക്കായൊക്കെ അല്ലേ, അത് വാങ്ങിക്കും. അതെന്തെങ്കിലും കാര്യമില്ല, ആ 2 ഇഷ്ടമുള്ളൊരു കാര്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ ആണ്. അത് ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ അധികവും ലഞ്ചിന് ഉപ്പേരിയാണ് ഉണ്ടാക്കുക. കറി എന്ന് പറയുന്നത് അധികം മോര് കറി, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പൊ ഉപ്പേരിക്ക് വേണ്ട സാധനങ്ങളാണ് അധികം ഉള്ളത്. ഞാൻ മാങ്ങ ഇരിക്കുന്ന കാണത്തിലാണ്. ഞാൻ മീൻകറി വെക്കുന്നുണ്ട്. ഞങ്ങൾ അധികം മാങ്ങ ഇരിക്കും കേട്ടോ. മാങ്ങ ഇട്ട് വെക്കുന്നത് ഭയങ്കര ടേസ്റ്റ്. പിന്നെ എഗ് ഇല്ലാതെ ഞങ്ങൾക്കിപ്പോ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ആയിട്ടുണ്ട്. ഡെയിലി എന്തെങ്കിലും സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടോ എന്തെങ്കിലും ഫോമിൽ എഗ് കഴിക്കും.
അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം എന്നുള്ളതിലുപരി ഇറ്റ്സ് വെരി ഈസി ടു കുക്ക്. ചിലപ്പോ കുക്ക് ചെയ്യുന്ന ബോയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓംലേറ്റ് ആക്കാം, അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ് ആക്കാം, സാൻഡ്വിച്ച് ആക്കാം. അങ്ങനെ എനിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇത് ഞങ്ങള് ഒരു വീട്ടിൽ ഒരു 1.5 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് മൊത്തം തീരും കേട്ടോ. സോ പിന്നെ ഇത് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള ഐറ്റംസ് ആണ്. പിന്നെ ഗൈസ്, നമ്മുടെ ഞങ്ങളിപ്പോ വൈറ്റ് ബ്രെഡ് കഴിക്കാറേ ഇല്ല. മുമ്പ് ഞാൻ നാട്ടിലായതുകൊണ്ട് കഴിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന ശേഷം ഞങ്ങൾ അധികവും ബ്രൗൺ ബ്രെഡ് ഞാൻ കഴിക്കാറ്. എന്താണെന്നറിയില്ല, ഇപ്പൊ എനിക്ക് കഴിച്ച് ശീലമായതുകൊണ്ടായിരിക്കാം. ഐ ഡോണ്ട് ലൈക്ക് ദ ടേസ്റ്റ് ഓഫ് വൈറ്റ് ബ്രെഡ്. എന്തോ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പോലെ തോന്നും. ഇത് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ ബെസ്റ്റ് ആയിട്ടുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്. ഈ ഒരു ബ്രാൻഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ യൗമി. ഞാൻ പ്രവാസം ചെയ്യുന്ന തോന്നുന്നു യൗമി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇതില് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഫ്രൂട്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഡ്യൂട്ടി വരുന്ന വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വാങ്ങിച്ചിട്ടില്ല. ബാക്കിയെല്ലാം കണ്ടില്ല. എന്തൊക്കെ ആഴ്ചയൊക്കെ നമുക്ക് ലഞ്ച് കിട്ടിയ ബാഗൊക്കെ തന്നെ പോയിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് തീർക്കണ്ട കേട്ടോ. ഇന്നത്തെ ഗ്രോസറി ഷോപ്പിങ്ങും വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ആൻഡ് ഇതാണ് ഇന്നത്തെ ഇൻവോയ്സ്. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഇന്നത്തെ ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത് 205.60 ആണ്. ഓരോ വീക്കിലും ഇത്രയും വരാറുണ്ടോ എന്ന് ചോദിച്ചാല് ഇത്രയും വരാറില്ല. ഇത് കുറവാണ് കേട്ടോ വരാറുള്ളത്. ചില വീക്ക് മാത്രം ഭയങ്കര റയറായിട്ട് ഇതിന്റെ മുകളിൽ പോവാറുണ്ട്. സോ ഇന്ന് അഡീഷണലി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേസ് ഗ്രോസറി ഷോപ്പിംഗ്. ആൻഡ് എല്ലാവർക്കും ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. See you all in my next vlog. Till then, ta-ta, bye bye.